കുറച്ചുകൂടെ വീതി കുറയ്ക്കുകയാണ്. ചെറിയൊരു റിബണിൻ്റെ സൈസിലെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു കെട്ട് കൊടുക്കണം. ഒരു കെട്ടിട്ട് കൊടുക്കണം. വലിച്ച് പിടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഇതറ്റം ഒന്ന് വാല്, തല അങ്ങനെ നമ്മൾ എടുക്കുകയാണ്. തീരെ ഇറക്കാൻ പാടില്ല. ഇതിനെ കൂടെ അകത്തോട്ട് കയറ്റുകയാണ്. ഇതിലറ്റം വരുന്ന പേപ്പറും കൂടെ ഇങ്ങനെ ഒന്ന് വലിച്ചേർക്കുക. തീരെ മുടുക്കി എടുക്കണ്ട. നമുക്ക് ഒരുമാതിരി ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. എങ്കിലേ നമുക്കത് വാലും അതിൻ്റെ തലയായിട്ട് കിട്ടുള്ളൂ. കുറച്ചുകൂടെ നീളത്തിലുള്ള പേപ്പർ എടുത്താൽ കുറച്ചുകൂടെ വലിയ വാലായിട്ട് കിട്ടും. നമുക്കിനി ഇതിൽ നമുക്ക് തല ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തല ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇനി നമുക്കതിന് ഒരു കണ്ണ് വരച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൊരു കറുത്ത ഒരു ഷീറ്റിലുള്ള ഒരു പേപ്പർ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെളുത്ത ഷീറ്റാണ് എടുക്കണമെങ്കിൽ നമ്മളതിൽ കറുപ്പ് വരച്ച് കൊടുക്കണം. ഇതൊരു കറുത്ത ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 കണ്ണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കണം. റൗണ്ട് ഷേപ്പായിട്ടുണ്ട്. അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ഷേപ്പായി. ഇതിനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫെവിക്കോളോ സാധാരണ പശയോ ചെറുതായിട്ടൊന്ന് ഒട്ടിയാൽ മതി. ആ സൈഡിലും ഒരു കണ്ണൊട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു ചുണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ബീക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 2 പേപ്പർ തന്നെ എടുത്തു. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തു. ഒരു പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് 2ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോയാണ്. ഒരു നൂലൊക്കെ കെട്ടി വെച്ച് കൊടുത്താൽ അവർ കൊണ്ട് നടന്ന് കളിച്ചോളും. അതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലത്തെ എപ്പോഴും കൊച്ചു കുട്ടിയൊക്കെ ഉള്ള വീട്ടിൽ അവരെപ്പോഴും ടോയ്സിന് വേണ്ടി കരയും. അപ്പം നമ്മൾ അതിന് വേണ്ടി പൈസ ചിലവാക്കാതെ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുത്താൽ ഹൈജീനിക്കുമായിരിക്കും.
ഇനി നമ്മളിതിലൊരു വൈറ്റ്നർ വെച്ച് ഒരു പുള്ളി കൊടുക്കാം. ഈ സൈഡിലും വൈറ്റ്നർ വെച്ചൊന്ന് ബാക്കിലോട്ടൊരു വൈറ്റ്നർ വെച്ച് കൊടുത്താൽ ഇനി വേണമെങ്കിൽ വാല് വേണമെങ്കിൽ വേറെയും വാല് വേണമെങ്കിൽ നമുക്ക് വലിയ വാല് വേണമെങ്കിലും നമുക്ക് ഇതിൽ കട്ട് ചെയ്ത വാല് ഇതിൽ നിന്ന് അല്പം വാല് വെച്ച് കൊടുക്കാം. ഒരു നീണ്ട വാല് വേണമെങ്കിൽ ആ വാല് ഇവിടെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാം. അല്പം പശ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം. വേറെ കളർ വാല് വേണമെങ്കിൽ അതും കൊടുക്കാം. ഒരു കറുത്ത കളറാണെങ്കിൽ അത് കുട്ടികൾക്ക് ഇഷ്ടമനുസരിച്ച് അവരെ കൂടെ ഇരുത്തിയിട്ട് വേണം നമ്മളിതുപോലെ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർ ഭാവിയിൽ അവരും ഇതേപോലെ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി അവരുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് അവർ കൊടുത്തോളും. ഇപ്പോഴേ അത് നമ്മൾ അവരെ കൊണ്ട് ശീലിപ്പിക്കുന്നതാണ് നമ്മുടെ കടമ. ആ സൈഡിൽ ഇതുപോലെ ഒരു കറുത്ത ചിറക് വെച്ച് കൊടുക്കാം. എളുപ്പമാണ്. ഇവിടെ ഇത് ഹോളുള്ളതുകൊണ്ട് ആ സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു കറുത്ത ഫെദർ വെച്ച് കൊടുക്കാം. നമ്മളൊന്ന് കട്ട് ചെയ്യാനൊന്നും വേണ്ട. ഇതുമാതിരി ഒന്ന് ഒരു പേപ്പർ വെച്ച് കൊടുത്താൽ മതി. കട്ട് ചെയ്യാമെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഒരു നൂലിൽ നമ്മൾ കെട്ടി തൂക്കിയിട്ട് ഇവിടെ അല്പം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് നീങ്ങി പോകാതിരിക്കാൻ അല്പം വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല നീളമുള്ള പേപ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇനി ഇത് നൂല് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു നൂലെടുക്കുകയാണ്. നൂലെടുക്കാൻ നമുക്ക് സൂചിയൊന്നും വേണ്ട. നമുക്കിവിടെ പേന ഉണ്ടെങ്കിൽ പേനയുടെ അറ്റം വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടോ? ഇതേപോലെ പേന വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി നമുക്ക് നൂല് ചുറ്റി കൊടുക്കാം. ഇത് കുരുത്താണ് ഞാൻ കെട്ടിയത്. ഇതേപോലെ നമുക്ക് വീട്ടിൽ നടയിലോ വീടിനകത്തോ ഒക്കെ കെട്ടി ഇടാനും തൊട്ടിലാണെങ്കിൽ നമുക്ക് കെട്ടി തൂക്കിയിടാം. തൊട്ടിൽ കെട്ടി തൂക്കിയിടാം. പിന്നെ കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കുക. ഒരു അപകടവും ഇല്ലാതെ ഒരു കമ്പിയോ പിന്നൊന്നും വയ്ക്കാത്ത ഒരു ടോയാണ്. ഒരു ഈസി ടോയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.